ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ഇലാ യൗമിദ്ദീൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹം നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖുർആൻ്റെ ഭാഷയെക്കുറിച്ചുള്ള അറിവ് ലളിതമായി എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെക്കുറിച്ചുള്ള ചില സൂചനകളാണ് നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ലളിതമായിട്ട് ഈ ഭാഷ നമ്മൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ ഓരോ മുസ്ലിമിൻ്റെയും നിർബന്ധ ബാധ്യതയാണ് 5 നേരത്തെ ഫർള് നമസ്കാരം എന്നുള്ളത്. ഒരിക്കലും അവർ ജീവനോടൊത്ത കാലത്തോളം അത് ഒഴിവാക്കാൻ അനുവാദമില്ല. പ്രത്യേക ചില ഘട്ടങ്ങളിൽ ഇളവ് നൽകിയിട്ടുണ്ട് എന്നല്ലാതെ ഒരിക്കലും ഒഴിവാക്കാനുള്ള അനുവാദമില്ല. നിർബന്ധമായും അത് ആ ഫർള് നമസ്കാരം വീട്ടിക്കൊണ്ടേയിരിക്കണം. അങ്ങനെയുള്ള നമസ്കാരത്തിൽ ഒരുപാട് അറബി പദങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾക്കറിയാം, അറബി ഭാഷയിൽ ആകെ 3 തരം പദങ്ങളാണുള്ളത്. ഒന്നുകിൽ ഇസ്മായിരിക്കും, അല്ലെങ്കിൽ ഫെയിലായിരിക്കും, അല്ലെങ്കിൽ ഹർഫായിരിക്കും. അതായത് നൗണ്, വെർബ്, പ്രിപ്പോസിഷൻ, ഇങ്ങനെയുള്ള നൗണ്, ക്രിയ, സഹായക്രിയ, ഇങ്ങനെയുള്ള 3 പദങ്ങൾ മാത്രമാണ് അറബി ഭാഷയിൽ ഉണ്ടായിരിക്കുക. ഖുർആൻ മുഴുവൻ നോക്കിയാലും ഇതിൽ 3-ൽ 1 അപ്പോൾ അത് തന്നെ വളരെ എളുപ്പമായിട്ട് പഠിക്കാനുള്ള ഒരു സൗകര്യമാണത്. ഇനി നമുക്ക് നോക്കാം, നമസ്കാരത്തിൽ ഫർള് നമസ്കാരത്തിലല്ല, സുന്നത്ത് നമസ്കാരത്തിൽ തന്നെ ഫാത്തിഹ മാത്രം ഓതിയിട്ട് നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരത്തിൽ ഏകദേശം 111 പദങ്ങൾ അറബി പദങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു 2 റക്അത്ത് സുന്നത്തിൽ മാത്രം. അത് തന്നെ ഈ 111 പദത്തിൽ പല പദങ്ങളും പല പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് മനഃപ്പാടമാണ്. ചിലതിൻ്റെ എല്ലാ അർത്ഥം കിട്ടും, ചിലതിൻ്റെ എല്ലാ അർത്ഥം കിട്ടിക്കൊള്ളണമെന്നില്ല. എന്നാലും നമുക്ക് മനഃപ്പാടമാണ് അല്ലേ? ഏറ്റവും ചുരുക്കം 111 പദങ്ങൾ നമുക്ക് മനഃപ്പാടമാണ്. ഇനിയിപ്പോൾ എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? ആ പദങ്ങളുടെ രൂപവ്യത്യാസങ്ങൾ വരുമ്പോൾ മാത്രമാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൻ്റെ അർത്ഥം പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാൽ അതിൽ ഒരു പദം എടുക്കുക, റഹ്മാൻ എന്നൊരു പദം എടുത്താൽ, റഹ്മാൻ എന്നാലും അള്ളാഹുവിൻ്റെ ഒരു പേരാണ്, അത് ഇസ്മാണ്. എല്ലാ പേരുകളും ഇസ്മായിരിക്കും, എല്ലാ പ്രവർത്തികളും ഫെയിലായിരിക്കും. സ്വന്തമായി പൂർണ്ണ അർത്ഥം കിട്ടാത്ത പദങ്ങൾ മറ്റൊന്നിൻ്റെ കൂടിച്ചേരുമ്പോൾ മാത്രം പൂർണ്ണമായ അർത്ഥം കിട്ടുന്ന പദങ്ങൾക്കാണ് ഹർഫ് എന്ന് പറയാം. ഇങ്ങനെ 3 തരം പദങ്ങളായിരിക്കും അറബി ഭാഷയിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ റഹ്മാൻ എന്ന പദം ഒരു ഇസ്മാണ്. അതിൻ്റെ ഫെയിലിൽ കൊണ്ടുവരുമ്പോൾ അതിന് ഒരുപാട് രൂപ മാറ്റങ്ങളുണ്ടാവും. ഇപ്പോൾ നമ്മൾ അറിവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒന്നിൻ്റെ പേരാണ്, പ്രവൃത്തിയുടെ പേരാണ് അറിവ് എന്നുള്ളത്. അത് പ്രവൃത്തിയിൽ കൊണ്ടുവരുമ്പോൾ അറിഞ്ഞു എന്നാണ് പറയുക. അതിൻ്റെ തുടക്കം അറിഞ്ഞു എന്നാണ്. അറിഞ്ഞു എന്നുള്ള ഫീലാണ്. അറിയുന്നു എന്നത് പറയുന്നതും ഫീലാണ്. അറിയുമെന്ന് പറയുന്നതും ഫീലാണ്. അറിഞ്ഞതുകൊണ്ട്, അറിഞ്ഞതിനെ, അറിഞ്ഞതിൽ, അങ്ങനെ അറിയണം, അറിയരുത്, അറിയില്ല, ഇങ്ങനെ ഒരുപാട് രൂപവ്യത്യാസങ്ങൾ ആ ഒരു ഒറ്റ ഫീലിന് തന്നെ ഒരു ഫീലിന് തന്നെ രൂപവ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പോഴൊന്നും നമുക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. കാരണം നമ്മൾ അറിയൂ എന്നൊരു പദയിലുണ്ടാവും. പക്ഷെ അതിൻ്റെ കൂടെ എന്തെങ്കിലും ചില രൂപവ്യത്യാസങ്ങൾ വരുമ്പോഴാണ് അതിൻ്റെ അർത്ഥം മാറി വരുന്നത്. അപ്പോൾ അറിയണം, അറിവെന്ന പദത്തിൽ നിന്നാണ് അറിയണം എന്ന് പറയുന്നത്. അറിയരുത് എന്ന് വരുന്നതും അറിയുന്ന പദത്തിൽ നിന്നാണ്. ഇതുപോലെ അറബി പദത്തിലും ഈ ഫെയിലിൽ ഒരു ഇസ്മിനെ ഫീലാൻ പറ്റുന്ന ഇസ്മാണെങ്കിൽ ഫെയിലിൽ
അതെല്ലാം വേറെ ഫെയിലുണ്ടാവും. എന്തായാലും ഒരു ഫെയിലിന് തുടക്കത്തിൽ ഒരു പദം ഉണ്ടാവും. ഇപ്പോൾ റഹ്മാൻ എന്ന പദം തന്നെ നമുക്ക് എടുക്കാം. റഹ്മാൻ എന്ന പരമകാരുണ്ടെങ്കിൽ നമുക്ക് അർത്ഥം അറിയുന്നതാണ്. അതിൻ്റെ ഫീലിൽ കൊണ്ടുവരുമ്പോൾ റഹിമ എന്നാണ് പറയുക. റഹിമ എന്ന് പറഞ്ഞാൽ അവൻ കരുണ ചെയ്തു എന്നാണ്. അവൻ കരുണ ചെയ്തു. ഇത് ഏറ്റവും ചുരുങ്ങിയത് നമ്മൾക്ക് ലളിതമായി പഠിക്കാൻ 28 രൂപത്തിൽ വരും. 28 രൂപത്തിൽ ഈ റഹിമ എന്ന പദം വരും. അതുപോലെ തന്നെ കരുണ ചെയ്തതാണല്ലോ അതിൻ്റെ അർത്ഥം. കരുണ ചെയ്തതിനെ കരുണ ചെയ്യും, കരുണ ചെയ്യുന്നു, കരുണ ചെയ്യണം, കരുണ ചെയ്തതുകൊണ്ട്, കരുണയിൽ, കാരുണ്യത്തിൽ, കരുണയിൽ നിന്നല്ല കാരുണ്യത്തിൽ, അങ്ങനെ 28 രൂപത്തിൽ ഈ കരുണ ചെയ്തു എന്നുള്ള രൂപത്തിൽ മാറ്റം വരും. ഇതിനൊക്കെ കൂടി നമ്മൾക്ക് പഠിക്കേണ്ടത് ഒരു ഫോർമുലയാണ്. അങ്ങനെ ഒരു ഫോർമുല പഠിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ 2 റക്അത്തിൽ നമ്മൾ പറഞ്ഞ 111 പദങ്ങളുള്ളതിൽ എത്ര ഫീലുകളുണ്ടോ അത്രയും ഫീലുകളുടെ ഓരോ ഫീലിനും 28 വീതം രൂപവ്യത്യാസങ്ങൾ വരുമ്പോഴും നമ്മൾക്കതിനെ മനസ്സിലാക്കാൻ കഴിയും നമ്മൾ ഈ ഫോർമുല പഠിക്കുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ അത്രയും എളുപ്പമാണ് ഇത് പഠിക്കാൻ. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് കരുണ. അതുപോലത്തെ റഹ്മാൻ എന്ന് പറഞ്ഞത് കാരുണ്യവാൻ. അതിൻ്റെ ഫീല് കരുണ ചെയ്തതാണ്. റഹിമ, അവൻ കരുണ ചെയ്തു. അപ്പോൾ അത് എന്തെല്ലാം പദങ്ങൾ നമ്മൾ നിസ്കാരത്തിൽ പറയുന്നുണ്ടോ അതിലൊക്കെ ഏറ്റവും ചുരുങ്ങി 28 രൂപത്തിലുള്ള പദങ്ങൾ നമുക്ക് മനസ്സിലാവും. അപ്പോഴാണ് നമ്മൾ ഇത് മാത്രം പഠിച്ചാൽ കൂടുതൽ നിങ്ങൾ വേണമെങ്കിൽ പഠിച്ചാൽ മതി. ഇപ്പം ഈ നിസ്കാരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന 111 പദങ്ങളുണ്ടല്ലോ, ആ പദങ്ങളുടെ രൂപം തന്നെ പഠിച്ചാൽ മതി. ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അതിൽ നമുക്ക് കുറൊക്കെ ഏകദേശ രൂപങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ ഫോർമുല പഠിക്കുക, അത്രയേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നതാണ്. നമ്മൾ മനഃപ്പാഠം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പദങ്ങളാണ്. ഇപ്പം സമയ എന്ന് പറഞ്ഞാൽ അവൻ കേട്ടു എന്നാണ്. അവൻ കേട്ടത്, സമയ എന്ന് പറഞ്ഞാൽ അവൻ കേട്ടു. ഞാൻ കേൾക്കുന്നു എന്ന് പറയും, അവൾ കേൾക്കണം എന്ന് പറയും, അവൾ കേട്ടതിനെ എന്ന് പറയും, അവൾ കേട്ടതിൽ, നീ കേട്ടതിൽ, ഞാൻ കേട്ടതിൽ. ഇതൊക്കെ രൂപവ്യത്യാസം വരുന്നത് 28 രൂപവ്യത്യാസത്തിൽ വരും. ഇതൊന്നും വേറെ പഠിക്കണ്ട. റഹ്മക്ക് വേറെ പഠിക്കണ്ട, സമയക്ക് വേറെ പഠിക്കണ്ട, സജിദക്ക് വേറെ പഠിക്കണ്ട, റക്കായക്ക് വേറെ പഠിക്കണ്ട. ഗഫറ, ഗാഫിർ എന്ന് പറഞ്ഞാൽ പൊറുക്കുന്നവനാണ്. ഗഫറ എന്ന് പറഞ്ഞാൽ അവൻ പൊറുത്തു എന്നാണ്. അതിനും അതുപോലെ തന്നെയാണ്. അവൻ പൊറുത്തു, അവൻ പൊറുക്കും, അവൻ പൊറുക്കുന്നു, അവൻ കൊടുത്തതിനെ, അവൻ പൊറുത്തു തന്നതിൻ്റെ, അങ്ങനെയുള്ള 28 രൂപം ഈ ഓരോ പദത്തിനും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. പിന്നെ എന്താ ഇപ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ള തടസ്സം മാത്രമല്ല, പിശാചിൻ്റെ ബന്ധസ്ഥലത്തിൽ നിന്ന് വിട്ടു പോന്നിട്ടില്ല എന്നുള്ള ഒറ്റ കാരണമേ ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ പഠിക്കാൻ വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് വേണമെങ്കിൽ ഓൺലൈൻ ക്ലാസ് കേൾക്കാൻ പറ്റും. നിങ്ങൾ കുറച്ചിട്ട് 5 ക്ലാസ് കേൾക്കുകയും 5 ക്ലാസ് ഓൺലൈൻ ക്ലാസ്സിൽ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാത്തതോ അല്ലെങ്കിൽ സംശയമുള്ളതോ നിങ്ങൾ ചോദിച്ചറിയാൻ പറ്റും. അതല്ലെങ്കിൽ ഞാൻ ഇതുമാതിരി വീഡിയോ ചെയ്തിട്ട് അയക്കാം. എങ്ങനെ വേണമെങ്കിലും ആകാം. ഈ ഓൺലൈൻ ക്ലാസ്സിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ടും ചോദിക്കാൻ പറ്റും. സംശയം ഉണ്ടെങ്കിൽ തീർക്കാം, തെറ്റുകൾ തിരുത്താം. മറ്റേന്ന് പറഞ്ഞാൽ ഈ റേഡിയോയിൽ കേൾക്കുന്ന പോലെ നിങ്ങൾ കേൾക്കുക മാത്രമേ ചെയ്യണുള്ളൂ. അതിൽ നിങ്ങൾ സംശയമുള്ളത് ചോദിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എങ്ങനെയാലും ശരി, ഏതായാലും പഠിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ പഠിക്കുമ്പോൾ ഇത്രയും പദങ്ങൾ ഖുർആനിൽ വരുമ്പോൾ അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് അള്ളാഹുവിൻ്റെ സംസാരം കേൾക്കണമെന്ന് എന്ന് തോന്നുമ്പോൾ ഞാൻ ഖുർആനെടുത്ത് പാരായണം ചെയ്യും. അള്ളാഹുവിനോട് എനിക്ക് സംസാരിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ നമസ്കാരത്തിൽ പ്രവേശിക്കും. നമസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹും അവൻ്റെ അടിമയും തമ്മിലുള്ള രഹസ്യ സംഭാഷണമാണ്. അതിൽ പല കാര്യങ്ങളും നമ്മൾ ചോദിക്കുന്നുണ്ട്, അവൻ അള്ളാഹുവിനെ പുകഴ്ത്തുന്നുണ്ട്, സ്തുതിക്കുന്നുണ്ട്, ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്, നമ്മുടെ ആവശ്യങ്ങൾ അവൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നുണ്ട്. ഇതിനൊക്കെ അള്ളാഹു മറുപടി പറയുന്നുണ്ട്. ഈ സൂറത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ അത്രയും ശ്രേഷ്ഠതപ്പെട്ട
ഒരു സൂറത്താണ്. അതും സൂറത്തുൽ ബഖറയിൽ അവസാനത്തെ 2 ആയത്തും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിന് പ്രത്യേകമായി കൊടുത്ത ഒരു നിധിയാണ്. അത്രയും പ്രധാനപ്പെട്ട കാര്യമാണ് അത്. ഈ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തും ഈ ഫാത്തിഹയും. ഫാത്തിഹ നമ്മൾ നിസ്കാരത്തിൽ ഓതുമ്പോൾ അള്ളാഹു അതിന് മറുപടിയും പറയുന്നുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് കൂടുതലായിട്ട് നമുക്ക് വിശദീകരിക്കാം. ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ 70 25 050 444 70 25 050 444 എന്ന വാട്സപ്പ് നമ്പറിൽ പേരും സ്ഥലവും അയക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണ് ഓൺലൈൻ ക്ലാസ് ആണോ വേണ്ടത്, അതെല്ലാം ഇതുമാതിരി വീഡിയോ വേണമെങ്കിൽ വീഡിയോ അയച്ചു തരാം. ഞാൻ അടുത്ത ക്ലാസ് മുതൽ ക്ലാസ് തുടങ്ങുകയാണ്. അപ്പോൾ ആർക്കും താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.